ശ്രീമതി മേരി ജോർജ്, സംസ്ഥാനം ഇന്നുവരെ കാണാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വരുമാനം എന്ത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. അതിപ്പോഴും പൂജ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കടം വാങ്ങി സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് പെൻഷനും ആനുകൂല്യങ്ങളും ശമ്പളവും ഒക്കെ നൽകുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. അതിനാണ് കോടിക്കണക്കിന് രൂപ ഇങ്ങനെ കടം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും, കേന്ദ്രത്തെ പഴി പറയുന്നത്. ഇവിടെ സാധാരണക്കാരിലും സാധാരണക്കാരായ ആശാവർക്കർമാർ സമരം ഒരു ഭാഗത്ത് നടത്തുമ്പോൾ അവരവഹേളിക്കുന്ന സമീപനവും തുടരുന്നുണ്ട്. എന്തായാലും ഇതിനൊരു സമവായം അല്ലെങ്കിൽ ഒരു പ്രശ്ന പരിഹാരത്തിലെത്തിയേ മതിയാകുകയുള്ളൂ. ഈ ആശാവർക്കർമാർ സംസ്ഥാന ബജറ്റിന് മുൻപേ തന്നെ തങ്ങളുടെ ഒരു ആവശ്യം നിവേദനമായി സമർപ്പിച്ചിരുന്നു, ഇതുകൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അതൊന്നും കേട്ടമട്ടെ കാണിച്ചില്ല, അതൊന്നും പരിഗണിച്ചതേയില്ല. ഇപ്പോൾ തങ്ങൾ കൊടുക്കുന്ന ഈ 3-4 മാസം കൂടുമ്പോൾ കുടിശ്ശികയായി വരുത്തിയിരിക്കുന്ന ഓണറേറിയം കൊടുക്കുന്നത് തന്നെ വലിയ കാര്യമാണ് എന്നുള്ള മട്ടിലാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്ത് എന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ നമുക്ക് പറയാനുള്ള നിരവധി കാരണങ്ങൾ മറുഭാഗത്തുണ്ട്. കാരണം അനാവശ്യമായ ധൂർത്ത്, ചിലവ്, ഇഷ്ടക്കാർക്ക് കൊടുക്കുന്നത് ഒക്കെ കാണുന്നതാണ്. ഇതിനൊരു പര്യവസാനം എങ്ങനെ ആകുമെന്നാണ് കരുതേണ്ടത്? രോഹിണി, ഈ പറഞ്ഞതെല്ലാം ഇഷ്യൂസ് ആണ് സത്യത്തില്. അതായത് പക്ഷെ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഈ കോ ബ്രാൻഡിങ് എന്ന് പറയുന്നതിനോട് ശക്തമായ എതിർപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ NRHM, ആ പേരിൽ തന്നെ നാഷണൽ ഉണ്ട്, അതൊരു ദേശീയ പദ്ധതിയാണ് എന്നുണ്ട്. എങ്കിൽ പിന്നെ എന്തിനാണ് ആയുഷ് മന്ദിർ എന്ന് ചേർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫണ്ട് മുടക്കുന്നത്? അത് ഒരു കാരണവശാലും ശരിയല്ല. അവിടെ മിസ്റ്റർ വസന്ത് പറഞ്ഞത് പോലെ, അതായത് ഈ രാജ്യത്തെ പരോക്ഷ നികുതിയാകട്ടെ പ്രത്യക്ഷ നികുതിയാകട്ടെ എല്ലാം ഈ രാജ്യത്തെ ജനങ്ങളിൽ നിന്നുള്ള വരുമാനമാണ്. ആ വരുമാനം ഉപയോഗിച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് ആകട്ടെ സംസ്ഥാന ഗവൺമെന്റ് ആകട്ടെ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്നതും നടപ്പാക്കുന്നതും. അപ്പൊ അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ബ്രാൻഡിങ്ങോ സംസ്ഥാന ഗവൺമെന്റിന്റെ ബ്രാൻഡിങ്ങോ, LDF ഗവൺമെന്റിനും ബ്രാൻഡിങ് വലിയ തോതിലുണ്ട്. അപ്പൊ ഈ 2 തരത്തിലുള്ള ബ്രാൻഡിങ്ങും ആവശ്യമില്ല. ജനങ്ങളുടെ പണമെടുത്ത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഏത് കാര്യം നടത്തുന്നതും ഉത്തരവാദിത്വമാണ് ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ്. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതായത് കടുത്ത ധനപ്രതിസന്ധി സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. അത് തന്നെയുമല്ല, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിൽ കടമെടുത്താണ് ഇവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നത്. ആ ഉദാഹരണത്തിന് ഈ പ്രാവശ്യം തന്നെ, അതായത് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് നമുക്ക് സഞ്ചിത കടം, അതായത് ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ്, അത് GSDPയുടെ 29% നിജപ്പെടുത്തേണ്ടതാണ്. 2019-20 മുതൽ അത് 35, 36, ഈ തരത്തിൽ 38 ഒക്കെ വരെ പോകുന്നുണ്ട്. അത് കർശന നിലപാട് നിർമ്മല സീതാരാമൻ എടുത്തത് കൊണ്ട് ഈ പ്രാവശ്യത്തെ ബജറ്റില് അത് കുറച്ച് ഒതുക്കി 33.77%, അതായത് 29% നിജപ്പെടുക, അതിന് താഴെ നിർത്തേണ്ടതാണ് 33.77%. അപ്പോൾ കടത്തിലാണ് സംസ്ഥാനം ജീവിക്കുന്നത് എല്ലാ കാര്യങ്ങളും. പക്ഷെ വരുമാനമില്ലേ? വരുമാനം ഉണ്ട്. ഇതാ എന്റെ കയ്യിലിരിക്കുന്നു ബജറ്റ് ഇൻ ബ്രീഫ്. ആ ബജറ്റ് ഇൻ ബ്രീഫ്, ഈ പ്രാവശ്യത്തെ ബജറ്റ് ഇൻ ബ്രീഫ്, അതിൽ തന്നെ പറയുന്നു സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ എത്ര കോടിയാണ് ഈ കഴിഞ്ഞ 2024-25 കിട്ടിയത്? 81,627.29 കോടി. അതുപോലെ തന്നെ നികുതിയേതര വരുമാനം 17,905.65 കോടി. ഇത് ബജറ്റ് ഇൻ ബ്രീഫ് നോക്കിയാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. അതല്ലാതെ, അതായത് കഴിഞ്ഞ 2024-25 കണക്കാണ് വായിച്ചത്. 25-26 എസ്റ്റിമേഷൻ ഉണ്ട് ഇതിനകത്ത്. പക്ഷെ ഞാൻ വായിച്ചത് കഴിഞ്ഞ വർഷത്തെ 24-25 നാം നേടിയ പണമാണ്. പിന്നെ അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫേഴ്സ് എത്രയാണ് കിട്ടിയത്? സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫേഴ്സ് ആയിട്ട് 33,396.87 കോടി കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. ഒന്നും കിട്ടിയില്ലെന്ന് കരയേണ്ട കാര്യമില്ല. ഇത് ഈ സംസ്ഥാന ഗവൺമെന്റ് ബജറ്റ് ഇൻ ബ്രീഫില് കഴിഞ്ഞ വർഷം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ ഫണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് 33,396.87 കോടി രൂപ കഴിഞ്ഞ വർഷം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആകെ കഴിഞ്ഞ വർഷം നമ്മൾ സമാഹരിച്ച റവന്യൂ വരുമാനം എന്ന് പറയുന്നത് 1,32,929 കോടിയാണ്. 1,32,929 കോടിയാണ്
ഈ പോയ വർഷം 2024-25 കേരള സ്റ്റേറ്റ് സമാഹരിച്ച വരുമാനം, ഈ വരുമാനത്തിനൊക്കെ ഉപരിയാണ് കിഫ്ബി വഴിയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും ഒക്കെ കണ്ടമാനം കടമെടുത്ത് വഹിക്കാൻ വയ്യാത്ത പരുവത്തിലേക്ക് കടം ഉയർന്നതും അപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് ആ കടം കുറച്ചു കൊണ്ടുവരാൻ ആജ്ഞാപിക്കുന്നതും എന്ന് വേണം പറയാൻ. അപ്പോ അങ്ങനെ കടമെടുത്ത ഗവൺമെന്റ് ആണ് ഞങ്ങൾക്ക് ഒരു 12,000 കടം എടുക്കണം, 10,000 കടം എടുക്കണം എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രത്തെ അപ്രോച്ച് ചെയ്തത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ധനമന്ത്രി നിർമ്മല സീതാരാമനും തമ്മിലുള്ള ഡൽഹിയിലെ ചർച്ച, ശ്രീ കെ വി തോമസും ഉണ്ടായിരുന്നു, പ്രൊഫസർ കെ വി തോമസും ഉണ്ടായിരുന്നു കൂടെ. ആ ചർച്ചയിലാണ് 5,990 കോടി രൂപ, അതായത് ഇനി ഈ 25-ാം തീയതി മാത്രമാണ് ഈ വർഷം കടമെടുക്കാവുന്നത്. ആ 25-ാം തീയതി റിസർവ് ബാങ്കിന്റെ കൗണ്ടർ വഴി എടുക്കാനുള്ള തീരുമാനത്തിൽ എത്തുന്നത്. അപ്പൊ അങ്ങനെ സത്യത്തിൽ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിൽ കടത്തിലാണ് സംസ്ഥാനം. അതേ സമയത്ത് വരുമാനം നല്ലവണ്ണം ഉണ്ടായിട്ടുണ്ട്, ഞാൻ നേരത്തെ ബജറ്റ് നോക്കി തന്നെ പറഞ്ഞതുപോലെ. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന വരുമാനം എവിടെ പോകുന്നു എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എന്ത് എന്നാണ് നാം ചോദിക്കേണ്ടത്. അതായത് പ്രയോറിറ്റി, അതായത് NRHM ഒരു ഫണ്ട് അലോട്ട് ചെയ്യേണ്ടതാണ് ബജറ്റിൽ തന്നെ. അങ്ങനെ അലോട്ട് ചെയ്യുകയും ആ ഫണ്ട് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതായത് വകമാറ്റലിനെ പറ്റി മിസ്റ്റർ വസന്തിന് വലിയ സംശയങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ശ്രീ വസന്ത് ദയവായിട്ട് CAG റിപ്പോർട്ട് എടുത്ത് നോക്കുക. കഴിഞ്ഞ മാർച്ചില് പുറത്തുവിട്ട CAG റിപ്പോർട്ട് എടുത്ത് നോക്കുക. അതിനകത്ത് എല്ലാ തരം വകമാറ്റലും 1, 2, 3 എന്ന രീതിയിൽ സെക്ഷൻ വെച്ച് പറയുന്നുണ്ട്. അത് നോക്കുമ്പോൾ അറിയാം ഏതൊക്കെ തരത്തിലാണ് വകമാറ്റി പോയത് എന്ന്. അത് മാത്രമല്ല, പിന്നെ നമ്മുടെ വരുമാനത്തിൽ പിരിച്ചെടുക്കാതെ പോകുന്ന, അരിയറായിട്ട് പോകുന്ന 20,000 കോടിയുടെ അരിയറാണ് ഈ പ്രാവശ്യത്തെ ബജറ്റ് ബ്രീഫിൽ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൽ യാതൊരു തടസ്സവും ഇല്ലാത്ത അരിയർ തന്നെ 16,000 കോടിക്ക് മുകളിലാണ്. ഒരു തടസ്സവും ഇല്ലാത്ത അരിയർ. എന്താ ഈ തടസ്സമില്ലാത്ത അരിയർ പോലും പിരിച്ചെടുക്കാത്തത്? അത് ഗവൺമെന്റിന്റെ കാര്യക്ഷമത ഇല്ലായ്മയല്ലേ? അപ്പൊ ഗവൺമെന്റിന്റെ കാര്യക്ഷമത ഇല്ലായ്മയുണ്ട് വരുമാന സമാഹരണം നടത്തുന്നതില്. അത് രണ്ടാമത്, സമാഹരിച്ച വരുമാനം എങ്ങോട്ട് ചെലവഴിക്കണം, പ്രയോറിറ്റി. അതായത് ഏത് തരത്തിൽ എങ്ങോട്ട് വേണം, എങ്ങോട്ടൊക്കെയാണ് വക മാറ്റുന്നത്. അങ്ങനെ വകമാറ്റി ചെലവഴിക്കാനൊക്കെ മുഖ്യമന്ത്രിക്കും മറ്റ് ചില വകുപ്പുകൾക്കും ഒക്കെ അധികാരം കിട്ടാനാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ, അതായത് ഭരണപരിഷ്കാര കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻ എന്തായിരുന്നു? അതായത് ധനവകുപ്പിൽ നിന്ന് ഈ ഓരോ വകുപ്പുകളും ചെലവഴിക്കേണ്ട പണത്തെ പറ്റി തീരുമാനം എടുക്കുന്നത് ധനവകുപ്പാണ്. അത് അലോട്ട് ചെയ്യുന്നതും ആ തീരുമാനം, ആ പവർ ധനവകുപ്പിൽ നിന്ന്, അതായത് റൂൾ 10 എന്ന് പറയും, ആ റൂൾ 10 ധനവകുപ്പിൽ നിന്ന് എടുത്തു മാറ്റണമെന്നാണ് ഭരണപരിഷ്കാര കമ്മീഷൻ പറഞ്ഞിരുന്നത്. അത് നടപ്പാക്കി കാണില്ല. നടപ്പാക്കാൻ, അതായത് കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും നടപ്പാക്കാൻ പറ്റില്ല. നടപ്പാക്കിയാൽ മുഴുവൻ കുത്തഴിഞ്ഞു പോകും. കാരണം ധനവകുപ്പ് ഒരു കടുംപിടുത്തം പിടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും സംസ്ഥാനം നിൽക്കുന്നത്. ആ ഒരു ദുരവസ്ഥയിലാണ് സംസ്ഥാനം പെട്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ ബലിയാടുകളാകേണ്ടത് രാപകൽ അധ്വാനിക്കുന്ന, സ്വന്തം കുടുംബത്തെ പോലും കഷ്ടത്തിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന പാവപ്പെട്ട ആശാ വർക്കർമാരല്ല അതിനുവേണ്ടി ബലിയാടുകളാക്കപ്പെടേണ്ടത്. രാഷ്ട്രീയക്കാർക്ക് ഇട്ട് തട്ടിക്കളിക്കാവുന്ന പന്തുകളല്ല, കളിമൺ പന്തല്ല ആശാ വർക്കർമാര്. അതുകൊണ്ടാണല്ലോ അവരുടെ സമരത്തെ ഏറ്റവും മോശമായ ഭാഷയിൽ അത് വിശേഷിപ്പിക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞത്.